നമ്മള് ചത്തില്ലെങ്കിൽ എപ്പോഴും ഉണ്ടോ? അതില് തുളസി ഉണ്ടാ? ഉണ്ട്. ഒരു ചെറുങ്ങനെ ഒരു ഇതാക്കിയിട്ട് ഒരു തുളസി ഇയാൾക്ക് കൊടുത്താട്ടെ, ആയിക്കോട്ടെ. ഒരു വലിയ സന്തോഷം. ഒരു അതായത് ഈ നമ്മുടെ മുത്തപ്പൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനമായ ഒരു സ്ഥാനമാണ് ചന്ദൻ അവർക്കുള്ളത്. ചന്ദനും കോമരവും ചന്ദൻ എന്ന് പറയുന്നത് വലിയൊരു സ്ഥാനമാണ്. മുത്തപ്പൻ എരുവേശി അരമനയിൽ ജനിച്ച് വളർന്ന് കാട്ടിലൊക്കെ പോയി അല്ലേ, എല്ലാ ആളുകളും സൗഹൃദമായി അന്തിക്കന്ന് ഓണം ചന്ദൻ ചുത്താൻ പോയല്ലേ. അപ്പോ എന്തോ അതിൽ ഇതുണ്ട്, നിങ്ങൾ ചൊല്ലുന്ന ഒരു കാര്യങ്ങളുണ്ടല്ലോ അല്ലേ, ഓരോ ചരിത്രങ്ങള്. അപ്പൊ അങ്ങനെ വന്ന് ഇവിടെ വന്ന് വാള് വെച്ചിട്ട് നമ്മൾ പറയാനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വാള് വെച്ച് പറയും. അപ്പൊ ഈ പനയില് കേറി, അപ്പോ കള്ളില്ല, അപ്പൊ ഒരു ചരിത്രം പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് മുത്തപ്പന് ഒരു വിഷമം തോന്നി അല്ലേ, എന്നിട്ട് ശിലയായി മാറി. ആ ശിലയില് പിന്നെ മുത്തപ്പൻ ആ കരിങ്കല്ല്, അതിൽ നിന്ന് അല്ലേ പിന്നെയും ചന്ദൻ വന്നു. ശരിക്കും ആ ഒരു സ്ഥലമാണ് അല്ലേ. ഇവിടെ കുറെ കാലം മുത്തപ്പൻ ഈ കുന്നത്തൂർ ഈ ഭാഗത്ത് ഉണ്ടായിരുന്നല്ലേ പറയുന്നത്, വളരെ കാലം. ഇവിടെ നിന്നാണ് പറശ്ശിനിയിലേക്ക് അല്ലേ. വളരെ കാലം മുത്തപ്പൻ ഇവിടെ ആയിരുന്നു അല്ലേ. ശരിക്കും മുത്തപ്പൻ വിഹരിച്ചൊരു സ്ഥലമാണ് ഇവിടെ. അതെ. പിന്നെ പുരളിമലയോ അല്ലേ, ഇതൊക്കെ നിങ്ങളെ തോരത്തിൽ പറയുന്നില്ലേ, തലയിൽ കൈവച്ച് ആ ഒരു വാള് വെച്ച് പറയുന്ന ഓരോ കാര്യങ്ങളില്ലേ. എത്രയോ വർഷമായില്ലേ അങ്ങ് ഈ ഒരു സ്ഥാനം ചെയ്യുന്നത് അല്ലേ, എത്രയോ വർഷമായില്ലേ അല്ലേ. നമുക്കൊന്നും പറയുന്നാവില്ല, വർഷത്തിന്റെ പറയുന്നാവില്ല. എന്തായാലും ഈ ഒരു അനുഭവം വെച്ചിട്ട് എന്താ പറയാനുള്ളത്? എന്താ പറയണ്ടേ, മുത്തപ്പന്നെ അനുകൂലം കൊണ്ട് ഇങ്ങനെ പോകുന്നു, നടക്കുന്നു, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പോകുന്നു.
ആ ഭഗവാൻ നമ്മളെ കാത്തുരക്ഷിക്കുന്നു. ഉം. ഒരു മഹാഭാഗ്യം എന്നല്ലേ ജീവിതത്തില്, അല്ലേ? അത് അപ്പൊ നിങ്ങളെ കാലത്ത് മുമ്പ് അച്ഛനായിരുന്നു ആരായിരുന്നു? എൻ്റെ ഇനിയിപ്പം എൻ്റെ അമ്മന കഴിഞ്ഞു ആ മരുവത്തായ അന്ന് ആ മരുവത്തായും കഴിഞ്ഞാൽ ഇനി എൻ്റെ അമ്മ കഴിഞ്ഞു, അമ്മനും കഴിഞ്ഞ് എൻ്റെ മൂപ്പർ ആ ഒട്ടറിയുന്ന അതോ മരുമക്കളാണ്? ആ മരുവത്തായ ആ അപ്പൊ അവര് കാര്യങ്ങൾ ചെയ്യും. ഓരോരുണ്ട്. പക്ഷെ എത്രയും കാലം നിങ്ങളുടെ ജീവിതം ഉള്ള കാലത്തോളം നിങ്ങൾ ചെയ്യാൻ തയ്യാറാണല്ലേ, അല്ലേ? ആ മുത്തപ്പന്റെ അനുഗ്രഹം കൊണ്ട് നെറ്റിപ്പട്ടം പറ്റി ചുറ്റി കെട്ടിയിട്ട് ആ ഇനിയിപ്പോ എത്ര കാലായാലും അങ്ങ് ഈ കാര്യം ചെയ്യാൻ അല്ലേ തയ്യാറാണ്, അല്ലേ? ജീവിതം സമർപ്പിച്ചു മുത്തപ്പന്. രോഗത്തിൽ പിടിപെട്ടാൽ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവില്ല. വയസ്സായി രോഗമായി അങ്ങനെ ആവില്ല. അപ്പൊ അതിന് മുമ്പ് ആ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ അത്യാവശ്യം അങ്ങനെ നടക്കുന്നു. അപ്പൊ ജീവിതം മുഴുവൻ മുത്തപ്പനെ സമർപ്പിച്ചു അല്ലേ? മഹാഭാഗ്യം തന്നെ. അപ്പൊ ഇതിപ്പോ ഈ ഞായറാഴ്ച ആയതുകൊണ്ടാണോ അതോ? അല്ലല്ല, ഇത് നീർച്ച ഉള്ളാട്ടാണ്. ആ ശരിയില്ല, നീർച്ച ഉള്ളാട്ടം. അപ്പൊ അത് ഉച്ചക്ക് കഴിഞ്ഞു അല്ലേ? ഇനി എന്നാലും വൈകുന്നേരം സന്ധ്യ വരെ ഇനി ആരും ഉണ്ടെങ്കിൽ വിളിച്ച് നാനാരോട് പറഞ്ഞെങ്കിൽ ഉണ്ടാവും, ഉണ്ടാവില്ല. എന്തായാലും ഈ ആരും ഇല്ലാ സമയത്തും ഞാനും മനോജൊക്കെ ഇവിടെ വന്നിട്ട് നമ്മള് നിങ്ങളെ കാണാനും പറ്റി, ഈ കാര്യങ്ങള് പറയാനും പറ്റി. ആ ഒരു മുത്തപ്പന്റെ ഒരു എന്താ പറയാ അരികിലും തന്നെയാ, അല്ലേ? എല്ലാം യോഗം തന്നെയാ. അതെ അതെ അതെ.